ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. വെറൈറ്റി ഒന്നുമല്ല, ഒരു സ്റ്റിച്ചിങ് വീഡിയോ. ഞാൻ ചെയ്യാത്തൊരു വീഡിയോ ആണ്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അമ്മയൊരു സാരി അടിച്ച് മാറ്റിയിട്ടുണ്ട്. അതിന് ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഒരു പട്ടുപാവാട, ഒന്നല്ല രണ്ട് പട്ടുപാവാട തയ്ക്കാമെന്ന് വിചാരിച്ച്, ഒന്ന് ചേച്ചിയുടെ മോക്കും ഒന്ന് എൻ്റെ മോക്കുമായിട്ട് പട്ടുപാവാട തയ്ക്കാമെന്ന് വിചാരിച്ച്. ഇത് ചേച്ചിയുടെ മോക്ക് വേണ്ടി വെട്ടണേന്. അപ്പോൾ അളവൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആക്കിപ്പോൾ ഒരു 6 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് വേണ്ടിയാണ് ഇത് വെട്ടിയത്. അത് കഴിഞ്ഞ് ഈ പാവാട ചേച്ചിയുടെ മോക്കേന അവൾക്കുള്ള രണ്ടും ആദ്യം വെട്ടി വെച്ച്. കാരണം അമ്മയും അച്ഛനും പോകുമ്പോൾ കൊണ്ടു കൊടുക്കുക, അടുത്തല്ലല്ലോ. അപ്പം അവിടെ പോകുമ്പോൾ കൊണ്ടു കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് ആദ്യം അവൾക്കുള്ളതാണ് വെട്ടി തച്ചത്. അപ്പം ഞാൻ അളന്നൊക്കെ നോക്കി പ്ലീറ്റൊക്കെ പിടിച്ച് മുട്ടുപിന്നൊക്കെ വച്ചതിന് ശേഷമാണ് പിന്നെ തയ്യൽ തുടങ്ങിയത്. ഇതിൻ്റെ അളവ് തയ്ക്കണം ശരിയാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും തച്ചപ്പോൾ വീഡിയോ ഇട്ട്, തച്ച് തീർന്നപ്പോൾ പട്ടുപാവാട ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് ഇട്ടാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ ഞാൻ നൂലൊക്കെ ഇല്ല, ആ കളർ നൂലൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോള് വന്ന് ചുമ്മാ അവിടെ കിടന്ന് ബഹളമൊക്കെ ആയിരുന്നു. മെഷീനിൽ പിടിച്ച് വലിയും നൂല് പിടിച്ച് തള്ളിയിടക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അവൾ ഭയങ്കര ബഹളവും ഒക്കെ കാണിച്ചുകൊണ്ടിരുന്നു. എന്നാലും ഞാനത് മൈൻഡ് ചെയ്ത് തയ്യൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇതേപോലെ പ്ലീറ്റ് പിടിച്ച് തേച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാരി കൊള്ളാവോ എന്ന് പറയണേ. പട്ടുപാവാടയ്ക്ക് നല്ല രസമായിരുന്നു കാണാൻ. സാരി നേരിട്ട് കാണാൻ നല്ല അടിപൊളി ഭംഗിയായിരുന്നു. അപ്പോൾ പട്ടുപാവാടയുടെ പ്ലീറ്റൊക്കെ പിടിച്ച് വെച്ചിരുന്നാൽ പെട്ടെന്ന് അടിക്കാക്കും. അപ്പോൾ അതേപോലെ ഞാൻ അടിച്ചെടുത്ത് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇലാസ്റ്റിക് ഞാൻ ഇട്ടാൽ ശരിയാവില്ല, എന്നിട്ടെന്ന് അറിഞ്ഞൂടാ, ഞാൻ ഇടുമ്പോൾ മാത്രം ശരിയാവില്ല. അതുകൊണ്ട് പിന്നെ അച്ഛൻ വന്ന് അടിച്ചു തന്നു. അച്ഛൻ പണ്ട് തയ്യൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ നല്ല അടിപൊളിയായിട്ട് തയ്ക്കും. എല്ലാം തയ്ക്കില്ലെങ്കിലും ചിലതൊക്കെ തയ്ക്കും. നമുക്ക് അറിഞ്ഞിടത്തൊക്കെ അച്ഛൻ തയ്ച്ചു തരും. അപ്പം അച്ഛൻ നല്ല നീറ്റായിട്ട് തയ്ച്ചു തന്നു. അച്ഛൻ്റെ അടുത്ത് എങ്ങനെയാണ് ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ പിന്നെ അച്ഛൻ വന്നിരുന്നാൽ തച്ച്. അപ്പം ഞാനും വിചാരിച്ചു ഓക്കെ തയ്ക്കണമെങ്കിൽ തയ്ക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പം ചേച്ചിയുടെ മോക്കുള്ളത് അച്ഛൻ തച്ചു തന്ന്, റിയയ്ക്കുള്ളത് എൻ്റെ മോക്കുള്ളത് ഞാൻ തച്ചിട്ടുണ്ടായിരുന്നേ. പാവാട ഫുള്ള് തച്ചിട്ടില്ല, ഇലാസ്റ്റിക് മാത്രമേ വെച്ച് തന്നിട്ടുള്ളൂ. തച്ച നല്ല നീറ്റായിട്ട് തച്ച് തന്നിട്ട് എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം ഇങ്ങനെയാണ് വെക്കേണ്ടത്, ഇതൊക്കെ നോക്കി വെച്ചോ, ഇനി അടുത്ത റീക്ക് തയ്ക്കുമ്പോൾ നീ ഇത് നോക്കി ഇതേപോലെ തയ്ക്കണമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇതെല്ലാം തച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതാണ് ഫൈനൽ ലുക്ക്. ഈ പട്ടുപാവാട ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. ഇത് പാവാട, ഇത് ചേച്ചിയുടെ മോക്കുള്ള പാവാടയാണേ. പാവാടയും ഉടുപ്പ് നോക്കണേ. ഇതാണ് ഉടുപ്പ്. ഉടുപ്പിന് ചതുര കഴുത്തൊക്കെ വെച്ച് സിബ്ബൊക്കെ വെച്ച് ബേക്ക് സിബ്ബൊക്കെ വെച്ച് താഴെയുള്ള ഇതുണ്ട് മുത്തൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി തച്ചിട്ടുണ്ട്. ഇനി അവൾ ഇട്ട് നോക്കിയിട്ടുള്ള വീഡിയോയും കൂടി ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇട്ട് നോക്കിയിട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇതെന്തായാലും ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷമായാലും ആ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഇത് അവൾക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ്. ഞാൻ ഇത് മുല്ലപ്പൂവിൻ്റെ മൊട്ട് വാങ്ങിച്ച് ഉണ്ടാക്കിയത്. നമുക്ക് ബണ്ണിൽ മതിയെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ബണ്ണ് കിട്ടാത്തതുകൊണ്ട് ഞാൻ സ്ലൈഡിൽ സെറ്റ് ചെയ്ത് കൊടുത്ത് ഞാൻ ഉണ്ടാക്കിയതാണ്. കൊള്ളാവോ എന്ന് പറയണേ. ഇതുപോലത്തെ റിയയ്ക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അവൾക്ക് ബോയിലും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. റിയയ്ക്ക് സ്ലൈഡിലും ഉണ്ടാക്കി. ഇത് റിയയുടെ പട്ടുപാവാടയാണേ. അവൾക്ക് പാവാടയും തെച്ച് ഉടുപ്പ് അവൾക്ക് ചേച്ചിയുടെ മോക്ക് തച്ചതുപോലത്തെ ഉടുപ്പല്ല, വേറെ മോഡലാണ് ഇവൾക്ക് തച്ചത്. ഇവൾക്ക് ഇങ്ങനെ ആയതല്ല, എനിക്കൊരു അബദ്ധം പറ്റിയപ്പോൾ ഇങ്ങനെ ആക്കേണ്ടി വന്നതാണ്. അവൾക്കും ചതുരക്കഴുത്തൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചത്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി, അപ്പോഴത്തേനും പിന്നെ ഈ മോഡലാക്കാമെന്ന് വിചാരിച്ച്. അപ്പം കൊള്ളാവോ, ഈ പട്ടുപാവാട ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയണേ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ, ഇത്രയേ ഉള്ളൂ.